ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ശ്രീധു പണം തട്ടിയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൊലപാതകത്തിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, കൊടും ക്രൂരകൃത്യത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നതിനിടയിൽ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോലീസ്, അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന മൊഴി എന്താണ്? ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ശ്രീധു പണം തട്ടി എന്ന ഈ മൊഴിയുടെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? പോലീസ് നീക്കം എങ്ങനെയാണ് ഷഫീദ്? റിജിത്ത്, ഈ കേസിൽ ഈ 2.5 വയസ്സുകളുടെ കൊലപാതക സംഭവത്തിൽ അമ്മാവനെ പ്രതി ചേർത്ത് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം അമ്മാവന്റെ മാനസികാസ്വാസ്ഥ്യം അടക്കമുള്ള കാര്യങ്ങൾ, അത് കൊലപാതകത്തിന്റെ കറക്റ്റ് മോട്ടീവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇപ്പോഴും സംശയത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ഉച്ചവരെ പോലീസിന്റെ നീക്കം ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ശ്രീധുവുമായി ബന്ധമുണ്ടായിരുന്ന ആ പൂജാരിയെ കേന്ദ്രീകരിച്ച്, ജ്യോതിഷിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണെങ്കിൽ ഇപ്പോൾ പോലീസ് അതിന്റെ അന്വേഷണത്തിന്റെ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ മാതാവ് ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ. ഈ പ്രദേശത്തെ ഒരു സ്കൂളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീധുവിന് പണം നൽകി എന്നുള്ളതാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴി. ശ്രീധു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്താണ് ഈ പണം തട്ടിയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പണം നഷ്ടമായെന്നുള്ള വിവരം കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. റിജിത്ത്, ശരി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും പോലീസ് അതിന്റെ ചുരുളഴിക്കട്ടെ, അന്വേഷണം നടക്കുന്നുണ്ട്. ഷഫീദ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.